അതെ, പറയുമ്പം വിഷമം തോന്നരുത്. ആഫീസിലെ കാര്യം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. നമ്മുടെ ആൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. പക്ഷെ ആ ആനന്ദ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല. ഒന്ന് തെളിച്ചു പറയൂ കേശവ. എവിടെ തുടങ്ങുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. എന്തായാലും പറയൂ. അതെ, നമ്മുടെ ആഫീസിൽ പുതുതായിട്ട് വന്ന ആ ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ, മോഹിനി, ആ കുട്ടിയുടെ പുറകെ ആനന്ദ സാർ എപ്പോഴും. കേശവ, ആരെ കുറിച്ചാ പറയുന്നെന്ന് ഓർമ്മയുണ്ടോ? പറയണമെന്ന് വിചാരിച്ചതല്ല, ഓർമ്മ വെച്ചത് മുതല് ഈ കുടുംബത്തിലെ ചോറാ കേശവൻ ഉണ്ണുന്നത്. കാണാൻ പറ്റാത്തത് കാണുമ്പോ എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ വയ്യായി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സൂക്ഷിച്ചാ നിങ്ങളുടെ കുടുംബത്തിലെ നല്ലത്. പെട്ടെന്ന് കയറി ബഹളം വെച്ചാ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം മയത്തിൽ മതി. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോ വീട്ടിലേക്കാണോ? അല്ല, ഒന്ന് മാർക്കറ്റിൽ പോകുന്നു. എനിക്കിത് ആരംഭത്തിലേ തോന്നിയതാ. ഗണപതി ചേട്ടന്റെ ഒട്ടക്ക് നിന്നുള്ള സംസാരവും മുടികർപ്പിക്കലും പാന്തടികളും ഒക്കെ. ഏതായാലും കേശവൻ ചേട്ടൻ പറഞ്ഞത് നന്നായി. ഇനി നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഞാൻ പറഞ്ഞതാണെന്ന് ചേച്ചി അറിയണ്ട. എല്ലാവരും മയത്തിൽ കൈകാര്യം ചെയ്താൽ മതി. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ. എന്റെ തിരുമൽദേവ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കുമോ? ഇല്ല ചേച്ചി പറ. നമ്മുടെ ആനന്ദനെ ഈയിടെയായിട്ട് വല്ലാത്തൊരു മാറ്റം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നല്ല മാറ്റമുണ്ട്. ഭർത്താവാണെന്ന് കരുതി കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ദേ, അവനാ ടൈപ്പിസ്റ്റുമായിട്ട് അടുപ്പത്തിലാ. അങ്ങനെ വഴിക്ക് വാ. ഞാനത് ചേച്ചിയോട് പറയാൻ ഇറക്കുമായിരുന്നു. കുഴപ്പം എന്റെ ചേട്ടനല്ല, നിങ്ങളുടെ ചേട്ടനാ. എടി, ഗുരുത്വദോഷം പറയരുത്. അവരെ എന്റെ അല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ചെറുതായിട്ടൊന്ന് നോക്കാൻ പോലും അറിയാൻ വയ്യാത്ത ആലാ. അത് കൊള്ളാം. പിന്നെ എന്റെ ചേട്ടനാ മുഖത്ത് നോക്കുന്നത്. പാലേതാ പാഷാണം ഏതാന്ന് പോലും തിരിച്ചറിയാത്ത കൂട്ടത്തിലുള്ളതാ എന്റെ ചേട്ടൻ. ഇല്ലാത്തത് പറഞ്ഞാലേ ദോഷം കിട്ടും. അതാ കുഴപ്പം. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധി അവനില്ല. പറഞ്ഞു പറഞ്ഞ് കടുവയെ കിടുവ പിടിച്ച പോലായല്ലോ. ആർക്കും ഒന്നും അറിയില്ലാന്ന് കരുതരുത് കേട്ടോ. ചേട്ടന്റെ ഒരു മുടി കറുപ്പിക്കലും ഒട്ടക്ക് നിന്നുള്ള സംസാരവും എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. ദേ, അനാവശ്യം പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിങ്ങളും അതാ മനസ്സിലാക്കേണ്ടത്. ഒരു തള്ളയും പിള്ളയും വഴിയാധാരമാകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതിപ്പോ വിനയായെങ്കിൽ ഞാനൊന്ന് പറയുന്നില്ലേ എന്റെ ഉടുപ്പി കൃഷ്ണ. ചേച്ചിയുടെ പിള്ളേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. നീ എങ്ങനെയെങ്കിലും പണ്ടാരം അടങ്ങാൻ. ആനന്ദ് പഴച്ചു. നാണക്കേട്. എന്താണ് കുട്ടികളെ പോലെ കറിയണത്? സത്യം പറയണം, നിങ്ങൾ എന്റെ മുഖത്തല്ലാതെ വേറെ പെണ്ണ് മുഖത്ത് നോക്കിയിട്ടുണ്ടോ? കോമളം, നീ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയുമോ? എനിക്കറിയാം എന്റെ ചേട്ടൻ പാവമാണെന്ന്. അള്ളിച്ചേച്ചി പറയുന്നു ചേട്ടൻ ടൈപ്പിസ്റ്റിന് പ്രേമം കൊടുത്തു. അങ്ങനെ പറഞ്ഞോ? ആ കള്ളൻ ഗണപതിയും ആ പെണ്ണുമായി ആടിപ്പാടി നടക്കുന്നത് നമ്മൾ അറിഞ്ഞത് കൊണ്ട് നമ്മൾ പറഞ്ഞു അയാളാണ് കള്ളൻ. ഇത് നമ്മൾ നിന്നോട് എങ്ങനെ പറയുമെന്ന് കരുതി മിണ്ടാതിരിക്കായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രായമാകുമ്പോ ചിലർക്ക് ബുദ്ധി നഷ്ടപ്പെടും. നമ്മൾ നിറയെ പ്രാവശ്യം ഉപദേശം കൊടുത്തു നോക്കി, കേട്ടില്ല. നന്നാകാൻ ഇഷ്ടമില്ലാത്തവൻ കേൾക്കുമോ ഉപദേശം? നമ്മൾ രാത്രിയിലും പകലും ഓർത്ത് കഴിയണ ഈ തങ്കക്കുടത്തിനെ മറന്ന് നമ്മൾ വേറൊരു സുന്ദരിയുടെ പുറകെ പോകുമോ? നീയാണ് സുന്ദരി, സ്വർലോക സുന്ദരി. നമ്മൾക്കൊരു കാര്യത്തിലെ സങ്കടമുള്ളൂ. നീ നമ്മളെ സംശയിച്ചല്ലോ. അയ്യോ, നിങ്ങളെ നമ്മൾ സംശയിക്കുമോ? അസൂയുള്ളവരും കുശുമ്പ് കൂടുള്ളവരും അങ്ങനെ പലതും പറയും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം നമ്മളുണ്ട്. നിന്റെ ഓരോ മായാജാലങ്ങൾ. എന്താ ഇത്? കമ്പനിയിലെ ജോലിക്കാർ കാണും. ഓ, കമ്പനിയിലെ ബോറന്മാർക്ക് വേറെ ജോലിയില്ലേ? അവിടെ നിന്നെ തന്നെ നോക്കണം. നീ എന്നെ തന്നെ നോക്കൂ. ഇങ്ങനെ കരഞ്ഞാലോ? വിവരമില്ലാത്തവർ പലതും പറയും. അത് കേട്ട് നമ്മൾ വിഷമിക്കുന്ന എന്തിനാ? ആ പെണ്ണിനെ പിരിച്ചുവിടാൻ തുടങ്ങിയപ്പോഴൊക്കെ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ കാലു പിടിച്ചു. എന്നാലും നമ്മളെപ്പറ്റി. നമ്മളെ കുറിച്ചോ? നമ്മളെപ്പറ്റി. എന്നെ പറ്റിയ? അല്ലോ, എന്നെ പറ്റി നിനക്കറിഞ്ഞൂടെ? തിരുമൽ ദേവനെ സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം. നീയല്ലാതെ മറ്റൊരു പെൺകുട്ടി എന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടില്ല. ഇത്രയും മുഖശ്രീയുള്ള നിന്നെ വിട്ട് ആ നരുന്ത് പോലുള്ള മോഹിനിയുടെ പിന്നാലെ ഞാൻ പോയി എന്ന് നീയും കൂടി പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾക്കറിയണ്ട. നമ്മളെന്തിനാ കറിയണ്ടേ? നമ്മൾക്കറിയണ്ട. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനക്ക് നമ്മളെ വിശ്വാസമാ.
കുടത്തിന്റെ വായ മൂടിക്കെട്ട ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ ഒക്കുമോ? ആ കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ചേ. പണ്ടേ നമ്മുടെ പുള്ളിപ്പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി തെക്കേ കുളത്തിന്ന് ഒരു കുടം വെള്ളവുമായിട്ട് വരുമ്പോ ആ പുള്ളിപ്പശു കയറ് പൊട്ടിച്ച് എന്നെ കുത്താൻ ഓടിച്ചില്ലേ? അപ്പൊ നമ്മൾ കള്ള കൃഷ്ണൻ എല്ലാം ഓർമ്മയുണ്ടല്ലേ? എനക്കും എല്ലാം ഓർമ്മയുണ്ട്. അത് വേണ്ട, അത് മുഴുവൻ ഉപ്പ. ഇത് നമ്മൾ ഉണ്ണണ്ട, മുഴുവൻ വരുവാ. പപ്പടത്തിന് ഉപ്പ് കൂടുതലുണ്ടോ? ഏയ് ഇല്ല. അച്ചാറിനോ? അച്ചാറിനാണെങ്കിൽ പാകത്തിന് എരിവ്, നല്ല ടേസ്റ്റ്. എന്നാ അച്ചാറ് കുറച്ചെടുത്തേ. അത് നമ്മൾ ഉണ്ണണ്ട പറഞ്ഞില്ലേ? പപ്പടം കഴിച്ചോളൂ. അച്ചാറ് തറൂ. എന്താ